ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും, നല്ല പെരുമഴയായിരുന്നു കേട്ടോ ഇന്നലെ പെയ്തിട്ടുണ്ടായിരുന്നത്. ആ മഴയിൽ കണ്ടോ നമ്മുടെ ചെടികളൊക്കെ വാടിയിട്ടെന്ന് പറയണത് ഒടിഞ്ഞു വീണിട്ടുണ്ട് കേട്ടോ. നല്ല മഴ പറഞ്ഞാൽ നല്ല അടാറ് മഴയായിട്ട് പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മുറ്റത്തൊക്കെ നിറയെ വെള്ളവും മൊത്തത്തിലൊരു തണുത്തൊരു ഇതായിരുന്നു കേട്ടോ. രാവിലെ മഴ ഉണ്ടായിരുന്നു, പുലർച്ചയ്ക്കൊക്കെ നീച്ചപ്പോഴും നല്ല മഴ തന്നെയായിരുന്നു കേട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പുറത്തേക്കപ്പോൾ ഞാൻ വന്ന് നോക്കിയതാണ് കേട്ടോ എന്താ ലെവൽ നോക്കാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ വേനൽക്കാലമാണോ മഴക്കാലമാണോ തിരിച്ചറിയാൻ പറ്റില്ല കേട്ടോ. അങ്ങനെയാണ് മഴ. ഇപ്പോൾ 2-3 ദിവസമായിട്ട് അടുപ്പിച്ച് വൈകുന്നേരം പിടിച്ച് മഴ തന്നെയാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നല്ല ഇടിയും കാറ്റും മഴ എല്ലാതും ഉണ്ട് കേട്ടോ. എല്ലാം കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പിന്നെ സിറ്റ് ഔട്ടിലൊക്കെ നിറയെ ചളി, എന്താ പറയുക, ഊത്താലൊക്കെ അടിച്ചിട്ട് നിറയെ വെള്ളവും പിന്നെ അതുപോലെ തന്നെ ചളിയും ഒക്കെ കൂടിയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ നീച്ച് വന്നപ്പോൾ തന്നെ അതാണ് കേട്ടോ കണി കണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് വേഗം ഒന്ന് അടിച്ച് കഴുകുന്നുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ ചളിയൊന്നും കിടക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മളിത് തുടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, വെള്ളമൊക്കെ ഉണ്ടെന്ന് തുടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണാതെ വന്നിട്ട് ആരെങ്കിലുമൊക്കെ വഴിക്ക് വീഴും. കുട്ടികൾ കിച്ചുവിനും തുമ്പിക്കാണെങ്കിൽ ഓടണോടത്തൊന്നും ഒരു ലെക്കും ലെവലില്ലാത്ത ആൾക്കാരാണ് കേട്ടോ. പിന്നെ മാത്രമല്ല അമ്മമ്മയും ഒക്കെ ഉള്ളതിനല്ലേ. അപ്പോൾ അതുകൊണ്ട് വഴിക്ക് വീണ് കഴിഞ്ഞാൽ വെള്ള ടൈലിലൊന്നും വെള്ളം കടന്നു കഴിഞ്ഞാൽ അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വഴിക്ക് വീണല്ലെന്ന് വെച്ചിട്ട് ഞാൻ അവിടെയൊക്കെ ഒന്ന് വേഗം വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് തുടയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അല്ലാതെ വെറുതെ തുടച്ചിട്ട് കാര്യമില്ല. കാരണം നിറയെ ചളി മണ്ണൊക്കെ ഉണ്ട് കേട്ടോ. മണ്ണും പൊടി ഒക്കെ വന്നിട്ട് കാറ്റ് വീശിയിട്ടുള്ള അതിൻ്റെ വേസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ കിച്ചും തുമ്പി രാവിലെ തന്നെ കഞ്ഞിയാണ് കേട്ടോ കുടിക്കുന്നത്. അപ്പം ഞങ്ങളിന്ന് എവിടേക്കാന്ന് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ചെർപ്പുളശ്ശേരി വരെ പോവാണ് കേട്ടോ. അപ്പോൾ വേറൊന്നുമില്ല, നമ്മുടെ കിച്ചുവിൻ്റെ റിസൾട്ട് ഇന്നാണ് കേട്ടോ അറിയണത്. അപ്പോൾ പ്രോഗ്രസ് കാർഡ് മേടിക്കാൻ വേണ്ടിയിട്ട് ടീച്ചർ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ പാരൻസിൻ്റേതും. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വോയിസ് പറയുന്ന സമയത്ത് നമ്മുടെ തൊട്ടപ്പുറത്തുള്ള വളപ്പിൽ കുറേ മയിലുകളുണ്ട് കേട്ടോ. ആ വിറ്റുകൾ കരയുകയാണ് കേട്ടോ. അതിൻ്റെ ശബ്ദമാണ് കേൾക്കണത്. അങ്ങനെ ഞങ്ങളിതാ ബസ് കയറാൻ വേണ്ടി ചേലക്കോട് സെൻറ്ററിൽ പോയിട്ട് വായം വിളിച്ചിരിക്കുകയാണ് കേട്ടോ. അവിടെ കുറേ നേരം പോസ്റ്റ് ചെയ്ത് നിന്നിട്ടാണ് കേട്ടോ ബസ് വന്നത്. അങ്ങനെ പിന്നെ മായന്നൂർ പാലത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ ഞാൻ വീഡിയോ എടുത്താണ് കേട്ടോ. പുഴയിൽ കുറച്ച് വെള്ളമൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ, അത്ര വെള്ളമൊന്നുമില്ല. പക്ഷെ ഇന്നലത്തെ മഴയിലൊക്കെ വന്നത് തോന്നുന്നു വെള്ളം. അങ്ങനെ ഞങ്ങളിതാ ഒറ്റപ്പാലം സ്റ്റാൻഡ് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നമ്മൾ ബസ് കയറിയിട്ട് ഇരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പിന്നെ ഇവിടെ വന്നപ്പോഴൊന്നും വലിയ പ്രശ്നം ഉണ്ടാകുന്നില്ല കേട്ടോ ബസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇറങ്ങുമ്പോൾ വേഗം ബസ് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അധികം നേരമൊന്നും പോയില്ല. 11 മണിക്ക് തന്നെ എത്തണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 11 മണിക്കാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ പോണത്. അപ്പോൾ LKG ക്ലാസ് ആകുമ്പോൾ എല്ലാവരും വിചാരിക്കും LKG അല്ല ഇപ്പോൾ എന്താ നോക്കാനുള്ളതെന്നൊക്കെ വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല. എൻ്റെ കിച്ചു ആദ്യമായിട്ടൊരു പുതിയ വർഷം എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയുക, ഇനി UKG ക്ലാസ്സിലേക്ക് പോവുകയല്ലേ. ഒരു എക്സാമൊക്കെ എഴുതിയിട്ട് റിസൾട്ട് അറിയുന്നത് ആദ്യമായിട്ടല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു സന്തോഷത്തിലും കൂടിയാണ് കേട്ടോ ഞാൻ. എന്താവുമെന്നൊന്നും അറിയാതെ എനിക്ക് ടെൻഷൻ കേട്ടോ. ജയിക്കും, അടുത്ത ക്ലാസ്സിലേക്ക് എന്തായാലും പോകുമെന്ന് ഇപ്പോൾ എനിക്കും അറിയാം. പക്ഷേ അങ്ങനെയല്ലല്ലോ, നമ്മൾക്ക് അങ്ങനെ ഒരു ഇതുണ്ടാവുമല്ലോ, മക്കൾ മാർക്ക് ഉണ്ടാവുമായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ടത്. മാർക്ക് അറിയാമെന്നൊന്നും എനിക്കറിയില്ല, ഗ്രേഡാണോ ഇനി അറിയാമെന്നൊന്നും അറിയില്ല കേട്ടോ. എന്തായാലും ഞങ്ങൾ പോകുന്നുണ്ട്. എന്തായാലും വരാൻ പറഞ്ഞാണല്ലോ ടീച്ചർ, എല്ലാ പാരൻസിൻ്റെതും വരാൻ പറഞ്ഞാണ് കേട്ടോ. പ്രോഗ്രസ് കാർഡിൽ സൈൻ ചെയ്യണം, പിന്നെ അത് വാങ്ങിച്ചിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ അവിടുന്ന് അത്രയും ദൂരത്തു നിന്ന് വരുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളത് ചെർപ്പുളശ്ശേരി എത്തിയിട്ടുണ്ടായിരുന്നു. ചെർപ്പുളശ്ശേരിയിൽ നിന്ന് മഞ്ചക്കല്ലിലേക്ക് ബസ് കയറിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ബസ് എടുത്തിട്ടില്ല, അത് എപ്പോഴാണ് എടുക്കാമെന്നൊന്നും അറിയില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ ചെർപ്പുളശ്ശേരിയിൽ നിന്ന് അധികം ദൂരമൊന്നും പോകാനൊന്നും ഇല്ല കേട്ടോ. മഞ്ചക്കല്ലിക്ക് ഒരു കുറച്ച് ദൂരം തന്നെ ഉള്ളൂ കേട്ടോ. ഒരു 2 സ്റ്റോപ്പ് കഴിഞ്ഞ് എത്തും. അതിന് വേണ്ടിയിട്ടാണ് ബസ്സിലൊക്കെ പോകുന്നത്. പിന്നെ നടക്കണ്ടേന്ന് വിചാരിച്ചിട്ടാണ്. 11 മണിക്ക് തന്നെ എത്തും വേണ്ടേ. അപ്പോൾ 11 മണിയൊക്കെ ആവണേ ഉള്ളൂ കേട്ടോ. സമയമൊക്കെ കറക്റ്റായിട്ട് ആവണേ ഉള്ളൂ, നേരെ വൈകിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ പിന്നെ ശബരി സെൻട്രൽ സ്കൂളിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. കിച്ചുവിൻ്റെ സ്കൂളിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറേ പാരൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും കുട്ടികളെ കൊണ്ടേ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈശ്വര കുട്ടീനെ ഇനി കൊണ്ടുവരണോ വിചാരിച്ചു കേട്ടോ. അവനെ കൊണ്ടുവന്നിട്ടും ഇല്ലല്ലോ. അങ്ങനെ പിന്നെ 11 മണിക്കാണ് പബ്ലിഷ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് 11 മണി ആയിട്ടുണ്ടായിരുന്നില്ലേ. ഞങ്ങളപ്പോൾ പുറത്തു കൂടെയൊക്കെ ഒന്ന് പോയിട്ട് നടന്നു. അമ്മു കിച്ചുവിൻ്റെ സ്കൂൾ കാണാൻ ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ചുറ്റും നടന്ന് കാണിച്ചു കൊടുത്തു കേട്ടോ ഞാൻ. അങ്ങനെ ഞങ്ങളവിടെ ചെയറിൽ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സും സാർമാരൊക്കെ കൂടിയിട്ട് റിസൾട്ടാണ് കേട്ടോ ഈ ബോർഡ് കൊണ്ടുവന്ന് റിസൾട്ടാണ് കേട്ടോ അതിൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. ഞങ്ങളതപ്പോൾ ഒരു ഒട്ടിക്കായിരുന്നു കേട്ടോ അതുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങളവിടെ റിസൾട്ടൊക്കെ പോയി നോക്കാൻ പോയി. അപ്പോൾ നമ്മുടെ കിച്ചുവിൻ്റെ പേരുണ്ട് ധ്രുവ് KS, അതാണ് കേട്ടോ നമ്മുടെ കിച്ചുവിൻ്റെ പേര്. അവൻ എല്ലാത്തിലും A+, എല്ലാവർക്കും A+ തന്നെയാണ്. എന്നാലും കാണും നമുക്കൊരു സന്തോഷമല്ലേ, നമ്മുടെ മക്കൾ പഠിച്ചിട്ട് A+ എന്നൊക്കെ പറയുമ്പോൾ. നമുക്ക് 10ാം ക്ലാസ്സിലാണ് A+ ഒക്കെ കിട്ടിയിട്ടുള്ളത്. അവർക്ക്
ഇപ്പോൾ തന്നെ എ പ്ലസ് എന്ന് കാണുമ്പോൾ എനിക്കൊരു സന്തോഷം. എല്ലാ ക്ലാസ്സിലും എല്ലാ LKG സ്റ്റുഡൻസിന് എ പ്ലസ് തന്നെയാണ് കേട്ടോ. പക്ഷെ നമുക്ക് അതെല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെ ആയിരിക്കും, സന്തോഷം തന്നെ ആയിരിക്കും. അപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, അത് അനുഭവിച്ചവർക്ക് അറിയാം. അങ്ങനെ എന്താ പിന്നെ ഞങ്ങൾ ചെറുപ്പശ്ശേരിയിൽ നിന്ന് ഇറങ്ങി, സ്കൂളിൽ നിന്നൊക്കെ ഇറങ്ങി ഓരോ പപ്സൊക്കെ കഴിച്ചു കേട്ടോ. വിശന്നിട്ട് കഞ്ഞി കുടിച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ദഹിച്ച കാരണം കൊണ്ട് ഒരു പപ്സൊക്കെ കഴിച്ച് ലൈമൊക്കെ കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് വിട്ടു, ഒറ്റപ്പാലെത്തി. അപ്പോൾ നമ്മുടെ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏട്ടൻ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏട്ടന് വർക്കില്ല മഴ കാരണം കൊണ്ട്. അപ്പോൾ ഏട്ടൻ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒറ്റപ്പാലം സ്റ്റാൻഡിൽ വെച്ചിട്ട് ഏട്ടനെ ഞങ്ങൾ കണ്ടുമുട്ടി. അങ്ങനെ ഏട്ടൻ വണ്ടിയും കൊണ്ട് ഇങ്ങോട്ട് വന്നു, ഞങ്ങൾ ബസ്സിൽ. ഏട്ടൻ ബസ് കയറ്റി വിട്ടിട്ട് ഏട്ടൻ വണ്ടിയും കൊണ്ടിട്ട് വരികയാണ് ചെയ്തത്. 3 ആൾ കൂടിയിട്ട് ബൈക്കിലൊന്നും വരാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ വന്നില്ല എന്നുള്ളൂ. പിന്നെ ഞങ്ങളിത് അങ്ങനെ നടന്ന് വെയിലും കൊണ്ടിട്ട് നടന്നിട്ട് വീടെത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി എന്തായാലും ഇന്നും വൈകുന്നേരത്ത് മഴ ഉണ്ടെന്ന് തന്നെ തോന്നുന്നു. ഇന്നും നല്ല ചൂടുണ്ട് കേട്ടോ. അങ്ങനെ വീടെത്തിയപ്പോൾ ഏട്ടൻ മുന്നേ വന്നിട്ട് ഒരു 10 മിനിറ്റ് മുന്നേ എത്തിയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മുടെ കിച്ചും തുമ്പിയും കണ്ടില്ലേ, ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുക. അച്ഛൻ്റെ ഫോൺ കിട്ടിയ വഴിക്ക് അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തുമ്പിയാണെന്നുണ്ടെങ്കിൽ ഞാൻ വന്ന പാടനെ കെട്ടിപ്പിടിക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്താ കൊണ്ടുവന്നിരിക്കുന്നത്, അവൾക്ക് കിൻഡർ ജോയ് വാങ്ങിച്ചിട്ട് വരാനാണ് പറഞ്ഞു കേട്ടോ. പക്ഷേ ഞാൻ ആ സംഭവം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്താ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതെന്ന് നോക്കുകയാണ്, ബാഗിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൾക്ക് അതന്നെ പണി കേട്ടോ. ഞാൻ പുറത്തിറങ്ങിയിട്ട് വീടെത്തി കഴിഞ്ഞാൽ അപ്പം എൻ്റെ ബാഗ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കട്ടെ, എന്തൊക്കെയാണ് കൊണ്ടുവന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ മിഠായി കൊടുത്തപ്പോൾ വലിയ മൈൻഡൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ബോളിൻ്റെ മിഠായി കൊടുത്തപ്പോൾ ആൾക്ക് നല്ല സന്തോഷമായി കേട്ടോ. ഇതൊക്കെ വെറുതെ മേടിക്കണ്ടോ, ഇതിലൊന്നും ഒരു മണി പോലും ഒരു 2 മണി ഉണ്ടാവും കേട്ടോ. അത് തിന്നാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ എത്രയും പൈസ ചിലവാക്കിയിട്ട് ഇതൊക്കെ മേടിക്കുന്നത് കേട്ടോ. ഞങ്ങൾ എല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ, ഇങ്ങനത്തെ വില കൂടിയ സാധനങ്ങളൊക്കെ ആയിരിക്കും മക്കൾക്ക് ആവശ്യം ഉണ്ടാവുക. എന്നാലും കഴിക്കാൻ മാത്രം ഒന്നും ഉണ്ടാവില്ലേനും. അങ്ങനെയൊക്കെയല്ലേ. അങ്ങനെ പിന്നെ കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ച്, കുറച്ച് നേരം വന്നു, കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ കിച്ചുവിൻ്റെ തുമ്പിയുടെ മുടി വെട്ടാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ. മുടി വെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊട്ടടിക്കുക, 2 എണ്ണത്തിൻ്റെ മൊട്ടടിച്ച് വിടുകയാണ് കേട്ടോ. ഇപ്പോൾ വേനൽക്കാലവും ചൂടൊക്കെ അല്ലേ. അപ്പോൾ തുമ്പിക്കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ തല നിറച്ച് ചൂടൂര് പൊന്താൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവൾക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സീസൺ ആയി കഴിഞ്ഞാൽ ചൂടുകുരു നല്ല പൊന്തും കേട്ടോ. വലിയതും ചെറിയതും പറഞ്ഞ പോലെ ഓരോ മോഡൽ കുരുകളാട്ടോ പൊന്തിക്കൊണ്ടിരിക്കുക. ചെവിയുടെ ബാക്കിലൊക്കെ വലിയൊരു മുഴ പോലെയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ചൂടുകുരുവാണ് കേട്ടോ, അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മുടി മൊട്ടടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വരുമ്പോൾ ഈ ഒരു സംഭവം, ഈ മുടി വെട്ടണ ഈ സംഭവം ഉണ്ടോ, ഷേവിങ് സെറ്റ്, അത് ഞാൻ വരുമ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. ഇവിടെ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് മുടി മൊട്ടടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ തുമ്പിക്കുട്ടിയുടെ മുടിയുണ്ട് ആദ്യം തന്നെ മൊട്ടടിക്കണത്. ഏട്ടൻ ഉണ്ടെങ്കിൽ അത് നടക്കുള്ളൂ കേട്ടോ. എനിക്ക് പേടിയാണ് കേട്ടോ മുടിയൊക്കെ കളയാൻ വേണ്ടിയിട്ട്, മുറിയാവുമെന്നൊക്കെ എനിക്ക് നല്ല പേടിയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ കളയാറില്ല. ഇവിടെ ആദ്യമായിട്ട് 2 ആളുടെ മുടി മൊട്ടടിച്ചത് ഏട്ടനാണ്. എപ്പോഴും മൊട്ടടിക്കുമ്പോൾ ഏട്ടൻ തന്നെ മൊട്ടടിക്കുള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ മുടിയൊന്നും വെട്ടാൻ പോയില്ലേ, ഭംഗിയിലൊക്കെ വെട്ടില്ലേ, അങ്ങനെ വെട്ടുമ്പോൾ മാത്രമാണ് നമ്മൾ സലൂണിലേക്കൊക്കെ പോകാറുള്ളൂ. അല്ലാതെ മൊട്ടടിക്കലൊക്കെ ഏട്ടൻ തന്നെയാണ് കേട്ടോ. അങ്ങനെ കിച്ചുവിൻ്റെ തുമ്പിയുടെ മുടി മൊട്ടടിക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും കണ്ടു മഴ ചാർന്നു. നല്ല പെയ്തില്ല, അത്യാവശ്യം ചെറുതായിട്ട് ചാറലുണ്ടായിരുന്നു, ചെറിയൊരു വെയിലും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.